ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പോൾ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കപ്പോഴത്തേക്ക് റെസിപ്പി നോക്കാം. അതിലേക്കായി ആദ്യം തന്നെ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങാപ്പണ്ടാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള മധുരവും കൂടി ഇട്ട് കൊടുത്തിട്ട് അല്പം ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ടയും 2 പഴവും കുറച്ച് ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലോ RKGയോ ചേർത്ത് കൊടുക്കാം. അടിയിലൊരു പാത്രമോ അല്ലെങ്കിൽ പഴയൊരു പാനോ വെക്കാൻ വേണ്ടി മറക്കല്ലേ. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചത് പകുതി ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേങ്ങാപ്പണ്ടം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ തേങ്ങാപ്പണ്ടം മൊത്തത്തിലൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സിൻ്റെ ബാക്കിയും കൂടി ഒന്ന് മൊത്തത്തിൽ കവറാകുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ആദ്യവും കൂടി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാകും. അപ്പോൾ തന്നെ നമുക്ക് വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും ഒക്കെ മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.